ഇന്ന് രാത്രികാലം ഗാനം പാടുവാനായിട്ട് കർത്താവിന്റെ ദാസനെ ഒക്ലഹോമ പ്രയർ ലൈനിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ ഈ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം, ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും
നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാൻ തക്കോണം ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം പാടിയതുപോലെ നാം യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ കർത്താവ് നമ്മെ തേടി വന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അയോഗ്യത കണക്കിടാതെ വണ്ണം നമ്മെ സ്നേഹിച്ച അവന്റെ കരുതലിനെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണ്, കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 4 പ്രാവശ്യമെങ്കിലും ഈ പാട്ട് ഈ പ്രയർ ലൈൻ കൂടി പാടുവാൻ തക്കോണം കേൾക്കുവാൻ തക്കോണ്ടയായി തീർന്നു. പ്രിയപ്പെട്ട പലരും ഹല്ലേലൂയ സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബ്രദർ കെ ബാബു ഇന്ന് രാത്രികാലം മനോഹരമായ ഗാനം പാടിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി സ്തോത്രം. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ കണ്ണുകൾ നിറയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എത്ര വലിയവനാണ്, എത്ര കരുണയുള്ളവനാണ്, ദയുള്ളവനാണ്. നമ്മൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ സ്നേഹിച്ച് നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഉന്നതങ്ങൾ മേലാക്കി അവൻ്റെ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പദവികളും തന്ന് നമ്മെ മാനിച്ച് അവൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൽ നമ്മൾ പ്രസാദിക്കട്ടെ. കർത്താവിന് നമ്മോട് കരുണ തോന്നട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം അടുത്തതായി നാം ദൈവത്തിന്റെ പ്രത്യേക കർത്താവിന്റെ ദാസൻ പ്രിയ ബാബുച്ചാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. തന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേക ശുശ്രൂഷയ്ക്കായിട്ട് ഇനിയും കർത്താവ് ഒരുക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം നാം ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ പോവുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ തക്കണം. നമ്മുടെ ഹൃദയങ്ങളെ കൂർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് അതെ നമ്മുടെ ഹൃദയങ്ങളെ തുളച്ചില്ലെന്നായ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, നമ്മെ ശോധന കഴിക്കുന്നതായ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണൂരിൽ നിന്ന് ഇരട്ടി എന്ന സ്ഥലത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KJ ജോസഫ് എന്ന കർത്താവിന്റെ ദാസനാണ് ഇന്ന് രാത്രികാലം നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന. കഴിഞ്ഞ കർത്താവിന്റെ ദാസൻ നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റ് മണി കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പറയുവാൻ കൊണ്ടയായി തീർന്നല്ലോ. ഇന്ന് രാത്രികാലം വീണ്ടും കർത്താവിന്റെ ദാസൻ വളരെ ലേറ്റായിട്ടാണ് ഞാൻ കർത്താവിന്റെ ദാസനോട് വചനം സംസാരിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ വളരെ സന്തോഷത്തോടെ താൻ അത് സ്വീകരിക്കുകയും വെതപ്പാഴോടെയാണെങ്കിലും താൻ ഓടി വന്ന വചനം പറയുവാനായിട്ട് ദിവസങ്ങളിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ ടൈറ്റസ് തങ്ങളുടെ ഭവനത്തിലാണ് ആ കുടുംബം ഈ ദിവസങ്ങളിൽ പാർക്കുന്നത്. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണൂരിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവ് കൂടെ ഇരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമുക്ക് കണ്ണൂർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ളതായ ഒരു പ്രദേശമാണല്ലോ. എന്നാൽ അവരവിടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ അനേക രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KJ ജോസഫിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് മനോഹരമായ ആരാധന നമുക്ക് എല്ലാവർക്കും നൽകി തരുവാൻ വലിയവനായ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. നമ്മൾ വചനം കേട്ടു, ആത്മാവിൽ ആരാധിച്ചു. ഇന്ന് രാത്രികാലം വീണ്ടും കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവദാസൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ണൂർ കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലിയായി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. 2ാം പ്രാവശ്യവും കർത്താവിന്റെ വചനവുമായി പ്രയത്നത്തിനുള്ള പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ആമേൻ ചിന്തിപ്പാൻ വലിയവനായ ദൈവം തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രേത കോർഡിനേറ്റർ ആയിരിക്കുന്ന സാജൻ ബ്രദറിനെയും കുടുംബത്തെയും ആമേൻ ഇത് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും പ്രാർത്ഥനയിൽ ആമേൻ നമ്മോട് ഇടപെട്ട പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മെല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം ചിന്തിക്കാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. ചില വേദവാക്യങ്ങൾ വായിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. യോഹന്നാൻ വിശേഷം 6-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യോഹന്നാൻ വിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം. പിതാവ് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. മതി. സ്തോത്രം. കർത്താവിന്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ തക്കണം ഇടയായി തീരുന്നത്. നാം പലപ്പോഴും ദൈവമക്കളായിരിക്കുന്ന ദൈവദാസന്മാരായിരിക്കുന്ന നമുക്ക് ദൈവത്തോടൊരു കാര്യം പറയാനുണ്ട്. കർത്താവെ, അനേകം നാളുകളായി ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ സഹോദരിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ചിന്തിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മോട് പറഞ്ഞു, അവൻ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ തക്കോണം ഇടയായി തീരുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥ ആയി പോവുകയില്ല. നാം ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആമേൻ, ഒരു വിശ്വാസിയെ തന്ന ആളുകളിയ അതേ ആമേൻ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ തക്കോണം ഇടയായി തീരും. കാരണം നമ്മുടെ കർത്താവ് ആമേൻ നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, പിതാവ് എനിക്ക് തന്ന എല്ലാം എന്റെ അടുക്കൽ വരും. പിതാവ് എനിക്ക് തരാത്ത, പിതാവ് ആകർഷിക്കാത്ത ഒരുവനും കർത്താവിന്റെ അടുക്കൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. വീണ്ടും കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്ക് എത്ര ആശ്വസിപ്പിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാക്തത്വമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ വചനം പറയുന്നു, അവൻ തെറ്റ അമ്മ തന്റെ ഓമന കുഞ്ഞിനെ മറന്നു പോകുമോ, അവൾ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എത്ര വലിയ വാക്തത്വമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്റെ കർത്താവിന്റെ അടുക്കൽ ആര് കടന്നു വന്നിരിക്കുന്നു, അവരെ ഒരു നാളും തള്ളിക്കളയാത്ത ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ചില വേദഭാഗങ്ങളുടെ പെട്ടെന്ന് വായിക്കാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന്റെ കാൽക്കൽ വെച്ചു, അവൻ അവരെ സൗഖ്യമാക്കി. നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലിയ കടപ്പുറത്ത് ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വലിയൊരു പുരുഷാരം അവന്റെ അടുക്കൽ വരുവാൻ തക്കണം ഇടയായി തീർന്നു. നമുക്ക് ആമേൻ കർത്താവിന്റെ വചനം കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ചത്, അവന്റെ അടുക്കൽ വരുന്നവരെ അവൻ ഒരു നാളും തള്ളിക്കളയില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇവിടെ നമ്മൾ വചനം കേൾക്കാൻ തക്കണം ഇടയായി തീർന്നത് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന ചിലരെ കുറിച്ചാണ് നമുക്ക് കേൾക്കാൻ തക്കണം ഇടയാക്കുന്നത്. വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ആമേൻ നമുക്കറിയാം, തളർവാദക്കാരനായ ഒരു രോഗിയെ ആമേൻ നാലാൾ അവന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ തക്കണം ഇടയായി തീർന്നു. അവന്റെ അടുക്കൽ വരുന്നവരെ മാത്രമല്ല, അവന്റെ അടുക്കൽ കൊണ്ടുവരുന്നവരെയും അവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നാം ഈ രാത്രികാലം ഈ വചനം ചിന്തിച്ചപ്പോൾ അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, മുടന്തർ, കൂനർ മുതലായവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവരെല്ലാവരെയും സൗഖ്യമാക്കുവാൻ തക്കണമിടയായി തീർന്നു. ഈ വചനത്തില് നമുക്ക് രണ്ട് വിധത്തിൽ ഇത് ചിന്തിപ്പാൻ തക്കണമിടയായി തീരുന്നുണ്ട്. സ്വത്രം മുടന്തർ എന്ന് പറയുമ്പോൾ പിറവിയിലെ മുടന്തരായി തീരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ നടപ്പ് മോശമായ രീതിയിൽ നമുക്കറിയാം, അവന്റെ നടപ്പ് വളരെ മോശമാണെന്ന് നമ്മൾ പലരെ കുറിച്ചും പറയും. എന്നാൽ അവരുടെ കാലുകൾക്ക് മുടന്തില്ല. എന്നാൽ അവർക്ക് അവരുടെ നടപ്പ് ദൈവഹിതപ്രകാരമല്ലാത്ത നടപ്പാണ്. അവർ വാസ്തവമായി ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുവാൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയായി തീരുന്നുണ്ട്. ആത്മീകമായി അന്ധത പ്രാപിച്ച അല്ലെങ്കിൽ ആത്മീക കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാത്ത ചില പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിന്റെ അടുക്കൽ ചിലർ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയായി തീരുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും അത് ഗ്രഹിപ്പാൻ കഴിയാതെ അത് ചേമ്പിന്റെ ഇടയിൽ വീഴുന്ന വെള്ളം പോലെ പലപ്പോഴും അത് ഗ്രഹിപ്പാൻ കഴിയാതെ ചില പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പാപത്തിന്റെ ഭാരത്താൽ കൂന് പിടിച്ച ചിലരെയും നമുക്ക് ദൈവഭാരമെടുത്തെങ്കിൽ കൊണ്ടുവന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മൾ എപ്രകാരം ചിന്തിച്ചാലും എന്റെ അടുക്കൽ വരുന്നവരെ, എന്റെ അടുക്കൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഒരു നാടും തള്ളിക്കളയുകയില്ല, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് കർത്താവിന്റെ വാക്തത്വമുള്ളത്. അവന്റെ കാൽക്കൽ വെച്ചു, അവനവരെ കൊണ്ടുവന്നവന്റെ കാൽക്കൽ വെച്ചു, അവനവരെ സൗഖ്യമാക്കി എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കണം. എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കേസാണെങ്കിലും എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ നിശ്ചയമായും കർത്താവ് തൊടും. അവർ കൊണ്ടുവന്നവരെ മാനിച്ചും കർത്താവ് ചെയ്യുവാൻ തക്കണം ഇടയായി തീരും. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ചില വേദവാക്യങ്ങളോട് വായിക്കാൻ തക്ക ഞാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. സഹോദരി വായിച്ചാട്ടെ.
22. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ടു കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. കർത്താവിന്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടുത്തെ വിഷയം പള്ളിപ്രമാണിയിൽ യായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്ന് കർത്താവിനെ കണ്ടു അവന്റെ കാൽക്കലിലേക്ക് വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു കാര്യം ഇവിടെ നിർത്തി ചിന്തിച്ചപ്പോൾ, ഞാൻ അല്പസമയം മുമ്പ് ഈ വചനം ചിന്തിച്ചു നോക്കിയപ്പോൾ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന ഒരു പിതാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഒരിക്കൽ എന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകൻ ഈ ലോകത്ത് ഒരു ആക്സിഡന്റ് മുഖാന്തരം മരിച്ചുപോയി. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ആ ദുഃഖത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ ഇടയായിട്ട് തന്നില്ല. അദ്ദേഹം ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, എന്റെ അളിയ, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ തലമുറ. മാതാപിതാക്കളെ കഴിഞ്ഞും സഹോദരന്മാരെ കഴിഞ്ഞും ഭാര്യയെ കഴിഞ്ഞും ഭർത്താവിനെ കഴിഞ്ഞും നമുക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഹല്ലേലൂയ തലമുറകളെ കുറിച്ചുള്ള ഭാരം. ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുന്നത് യായിറോസിന്റെ ജീവിതത്തില് തന്റെ മകളെ കുറിച്ചുള്ള ഒരു ഭാരമാണ് അവനെ ഏറെ വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ദൈവസന്നിധിയിൽ പറയുന്ന ഹല്ലേലൂയ വായിച്ച ഒരു കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ ഹല്ലേലൂയ പള്ളിപ്രമാണി ഒരിക്കലും തന്റെ മകളുമായിട്ടല്ല കർത്താവിന്റെ പാദപിടുത്തങ്ങളിലേക്ക് കടന്നു വന്നത്. എന്നാൽ പിതാവാണ് കർത്താവിന്റെ പാദപിടുത്തങ്ങളിലേക്ക് കടന്നു വന്നത്. എന്റെ കർത്താവിനറിയാം അവന്റെ മാനസികമായിട്ടുള്ള ഭാരം, അവന്റെ വേദന, അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ എന്റെ കർത്താവ് നന്നായി അറിയുന്ന ദൈവമാണ്. അവൻ എന്ത് ചെയ്തു? പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ ഒരുമ്പെട്ടു, അവന്റെ കൂട്ടത്തിൽ പോയി എന്നാണ് നാം ആ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവദാസന്മാരെ, ഇന്ന് രാത്രികാലം എന്ന വചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പല പ്രിയപ്പെട്ടവരും പറയും, നിന്റെ മക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചർച്ചിൽ കൊണ്ടുവരിക, നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നോ, കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ പിതാവാണ്, ഹല്ലേലൂയ, അവന്റെ പിതാവാണ് മക്കളെ കൊണ്ടുവരുന്നത്. ഏറെ നല്ലത്, മക്കളെ കൊണ്ട് വരണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ആവശ്യഭാരം ഏറിയിരിക്കുന്നത് മകൾക്ക് അറിയുന്നതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് തലമുറയെക്കുറിച്ച് വേദനിക്കുന്നത്, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നത് തന്റെ പിതാവാണ്. പിതാവ് യേശുവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് അവന്റെ പാദപീഠത്തിൽ കവന്നു വീണതായിട്ട് നമുക്ക് വചനത്തിൽ വായിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് തലമുറയെ ചൊല്ലി കരയുന്ന പ്രിയപ്പെട്ടവരെ, അവൻ നിന്റെ മക്കളെ കൊണ്ടുവരുന്നതിന് മുമ്പ് നീ എന്റെ കർത്താവിന്റെ അടുക്കൽ യഥാസ്ഥാനപ്പെട്ടാൽ നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവം ഇന്ന് രാത്രികാലം ജീവിക്കുന്നു. അതെന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ, എന്റെ അനുഭവമാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം അവിടെ പറയുകയാണ്, സ്തോത്രം, പള്ളിപ്രമാണി അവന്റെ മകളുടെ ആവശ്യ സമയത്ത് അവൻ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവ് അവൻ ഒരു മനസ്സലിഞ്ഞ് അവൻ പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് യാത്രയാവുന്നതായിട്ട് നമുക്ക് വചനത്തിൽ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടവും അവരുടെ കൂട്ടത്തിൽ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, തുടർന്ന് നാം വായിക്കുമ്പോൾ, നമുക്ക് വായിക്കുവാൻ സമയമില്ലല്ലോ, തുടർന്ന് നാം വായിക്കുമ്പോൾ അവര് പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ വലിയ ഒരു പ്രതിസന്ധി അവരുടെ മധ്യത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവന്റെ കാൽക്കൽ വീണു, അവന്റെ പ്രാർത്ഥന കേട്ടു, സ്വർഗം അവന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ പോകുന്ന വഴിക്ക് ചില തടസ്സങ്ങളെ നേരിടുവാൻ തക്കവണ്ണം വചനത്തിൽ നമ്മൾ കാണുന്നു. അതെല്ലാം വായിച്ച് വിശദീകരിക്കുവാൻ ഇന്ന് രാത്രി സമയമില്ലല്ലോ. 12 വർഷക്കാലമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് എന്റെ രോഗത്തിന് സൗഖ്യം വരുമെന്ന് വാസ്തവമായി വിശ്വസിച്ച ആ സഹോദരി കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. പുരുഷാരം നിമിത്തം അവർക്ക് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനെ തിരക്കി തന്റെ ശരീരത്തിന്റെ അവസ്ഥ നോക്കാതെ, അപ്പുറത്തെ അവളുടെ പ്രസ്റ്റേജ് നോക്കാതെ, അവള് പുരുഷാരത്തെ കണ്ടു ഭയപ്പെടാതെ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ആവശ്യഭാരവുമായി കടന്നു ചെന്നു.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, യേശുവോടെ ചില നിമിഷങ്ങൾ നിന്നു. അവൾ യേശുവിനെ തൊട്ടു. അവൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ തക്കമിടയായി തീർന്നു. ഈ സമയമൊക്കെ നമുക്കറിയാം, യേശു ചില സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആരാണ് എന്നെ തൊട്ടത്? ഇതെല്ലാം കർത്താവ് ചോദിപ്പാൻ തക്കമിടയായി തീർന്നു. അവൻ ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, വളരെ പുരുഷാരം നിന്നെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, നീ പിന്നെ എന്താണ് ഇപ്രകാരം ചോദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ആവശ്യഭാരത്തോടെ ഒരാൾ എന്നെ തൊട്ടിരിക്കുന്നു. അവൻ ആ സ്ത്രീ പേടിച്ച് കർത്താവിന്റെ അടുക്കൽ നിന്നു. കർത്താവ് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുവാൻ തക്കമിടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ കാര്യമെല്ലാം കഴിഞ്ഞ് രക്തസ്രാവക്കാരത്തേക്ക് സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ അതിന്റെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചു പോയിരിക്കുകയാണ്. സ്തോത്രം. അവൻ എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് ആ പിതാവ് കടന്നു പോയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പിതാവ് ഒരു കാര്യം വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചവൻ മഹത്വമുള്ളവനാണ്. അവൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ എന്നെ ഒരു നാടും തള്ളിക്കളയാത്തവനാണ്. ഞാൻ ആശ്രയിച്ചിരിക്കുന്നവൻ, അവൻ എന്നെ ഒരു നാടും തള്ളിക്കളയാത്ത ദൈവമാണ്. അവൻ കർത്താവ് അവൻ പലപ്പോഴും പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ഇപ്പോഴും ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കഴിഞ്ഞ നാളുകളിൽ ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പ്രഖ്യാപിച്ച ദൈവമാണ്. അവൻ എന്നെ ഒരുപാടും തള്ളിക്കളയില്ല. അവൻ വിചാരിച്ചു, അവന്റെ അടുക്കലാണ് ഞാൻ കടന്നു ചെന്നിരിക്കുന്നത്, അവന്റെ പാദപിടുത്തത്തിലാണ് ഞാൻ എന്റെ തലകളെ വണക്കിയിരിക്കുന്നത്. അവൻ എന്നെ വെറും കൈയോടെ വിടുന്ന ദൈവമല്ല. വളരെ സഹിച്ച് നാം ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം അവിടെ വലിയ വിഷമങ്ങളും വളരെ ഒച്ചപ്പാടും നമ്മൾ ഉണ്ടാക്കുവാൻ കുണമടയായി തീരും. ഈ നല്ല പിതാവ് അവൻ കർത്താവിനുള്ള ആശ്രയത്തിൽ അവൻ ഉറച്ചു നിൽപ്പാൻ കുണമടയായി തീർന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആട് വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്കൊന്നും കാര്യമാക്കുവാൻ കുണമിടയായി തീർന്നില്ല. തുടർന്ന് ചില വാക്കുകളൊന്ന് വായിച്ചാട്ടെ, വായിച്ചാട്ടെ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോടെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസ് വായിക്കണം. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരോ വളരെ സേവിക്കുന്നവരെയും കണ്ടു. ഇപ്രകാരമാണ്, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വരുവാൻ വേണ്ടി താൻ വന്നപ്പോൾ വളരെ വിശ്വാസമുള്ള, വളരെ തീഷ്ണതയുള്ള ചില ദൈവത്തിന്റെ ദാസന്മാരെ അല്ലെങ്കിൽ ചില ശിഷ്യന്മാരുമായിട്ടാണ് കർത്താവ് മുന്നോട്ട് ഗമിക്കുവാൻ തക്കമിടയായി തീർന്നത്. താന് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, നിങ്ങളുടെ ആരാവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് ചെയ്യുന്നതെന്ന് അവൻ പറയുവാൻ തക്കമിടയായി തീർന്നു. അവരോ അവനെ പരിഹസിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, അവൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ഒരു രോഗസൗഖ്യം വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനെ പരിഹസിക്കുവാൻ നോക്കിയിരിക്കുന്ന ഒരു ജനത്തെ കർത്താവ് അവരെ തടയുവാൻ തക്കമിടയായി തീർന്നു. തന്നോടൊരുമിച്ച് വിശ്വാസമുള്ള തന്റെ ശിഷ്യന്മാരെയും തന്റെ മാതാപിതാക്കളെയും മാത്രം അകത്ത് കടക്കുവാൻ എന്റെ കർത്താവ് അനുവദിച്ച് ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പ്രവൃത്തി അത് നടക്കുമോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പുരുഷാരത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ എന്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട് അകത്ത് ചെന്ന് അത് മറ്റുള്ളവരെല്ലാം പുറത്താക്കിയിട്ട് തന്നോട് കൂടെ ചില പ്രിയപ്പെട്ടവരെ മാത്രം കൊണ്ടുവന്ന് അവൻ ബാലികയുടെ അടുത്ത് ചെന്നിട്ട് അവനിപ്രകാരം പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനർത്ഥമുള്ള കവിത കുടി എന്ന് അവളോട് പറഞ്ഞു. ബാലിക എഴുന്നേറ്റു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന ആ പിതാവിനെ ഒരിക്കലും ലജ്ജിച്ച് പറഞ്ഞു വിടുവാൻ എന്റെ ദൈവം ഇടവരുത്തിയില്ല. ഇന്ന് പകൽക്കാലം നാം കേട്ട ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ
ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആമേൻ. അവൻ മലയിൽ കയറി, അവൻ മുടന്തരുണ്ടായിരുന്നു, കൂനരുണ്ടായിരുന്നു, ഊമരുണ്ടായിരുന്നു, അവൻ അവരെയൊക്കെയും അവൻ സൗഖ്യമാക്കുവാൻ തക്കോണമിടയായി തീർന്നു. പള്ളിപ്രമാണിയാണ് അവന്റെ അടുക്കൽ വന്നത്. എന്നാൽ ഭവനത്തിലായിരിക്കുന്ന അവന്റെ മകൾക്ക് വേണ്ടി എന്റെ അപ്പന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കോണമിടയായി തീർന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന പ്രിയ പിതാവേ, നീ നിരാശപ്പെട്ടു പോകേണ്ടവനല്ല. എന്റെ അപ്പൻ പ്രവർത്തിപ്പാൻ അവൻ 2-3 പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് അരുളിച്ചത് എന്റെ കർത്താവ് പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രികാലവും ശക്തനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രവർത്തിപ്പാൻ കഴിയാത്തവണ്ണം എന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം എന്റെ ചെവി മന്ദമായിട്ടില്ല. പലപ്പോഴും നമ്മുടെ ബലഹീനതകള്, നമ്മുടെ കുറവുവശങ്ങളാണ് ആമേൻ പലപ്പോഴും ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഈ പള്ളിപ്രമാണിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ബലഹീനത വിട്ടൊഴിഞ്ഞ് കർത്താവിൽ വിശ്വസിച്ചു. കാരണം രക്തസ്രാവക്കാരിയുടെ അടുക്കൽ അവൻ ബലഹീനനായിരുന്നെങ്കിൽ അവിടെ വെച്ച് അവൻ പ്രതികരിപ്പാൻ തക്കോണമിടയായി തീരുമായിരുന്നു. എന്നാൽ ഈ പള്ളിപ്രമാണിയെ പോലെ അവൻ ബലഹീനനാകാതെ, അവൻ അവിശ്വസിക്കാതെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയത്തിന്റെ മേൽ മറുപടി തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രികാലം ഈ ദൈവവചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ആമേൻ നമ്മുടെ പ്രയത്നത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെയും എന്റെ ശുശ്രൂഷകരെയും ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഞാൻ ആമേൻ വചനത്തിൽ. ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസനുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്തൃദാസനെ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവന്റെ പ്രവൃത്തി അയക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആവശ്യ സമയത്ത് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പള്ളിപ്രമാണിയെ പോലെ പൂർണ്ണ വിശ്വാസത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാകിയാൽ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ വചനം ഇന്ന് രാത്രികാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണൂരിൽ അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് വലിയ അനുഗ്രഹവും സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ. അനേക ആത്മാക്കളെ കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് തന്നെയും തന്റെ കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസനും ദാസിയും ഈ ദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെയും പോയി താമസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുമ്പോൾ വലിയ അനുഗ്രഹം അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസേനയിൽ തന്റെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. തന്നെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ആർക്കെങ്കിലും ഈ പ്രയർ ലൈൻ ആയിരിക്കുന്നവർക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രത്യേകം പറയുവാനുണ്ടെങ്കിൽ അത് പറയുവാനുള്ള സാവകാശമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രധാനമായ തീം കഷ്ടത അനുഭവിക്കുന്നവരുടെ വിടുതലാണ്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളുടേതായ വിഷയങ്ങൾ നാം ദിവസങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ആകെയല്ല ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനുണ്ടെങ്കിൽ അതിനുള്ള അല്പനിമിഷങ്ങൾ ഞാൻ വിട്ടുതരുന്നു. സ്തോത്രം. നമ്മുടെ ബീനാലും ജൂനിയറിന്റെ ഒക്കെ ആളിയൻ ഹല്ലേലൂയ സിസ്റ്റർ ട്രേസിയുടെ ഹസ്ബൻഡ് ബ്രദർ കുഞ്ഞുമോൻ ജോൺ ഈ വ്യാഴാഴ്ച ഒരു ഹാർട്ട് സർജറി കൂടെ കടന്നു പോകുന്നു. പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വിശേഷാൽ കർത്താവിന്റെ സാന്നിധ്യവും കൃപയും ആ സർജറിയിൽ കൂടി ഇരിക്കേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ബീന പ്രത്യേകം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സഹോദരൻ സാം വടക്കേക്കുറ്റം ടീമും പിന്നെ കംബോഡിയ, നേപ്പാൾ, ഇന്ത്യയിലൊക്കെ യാത്രയിലാണല്ലോ. ICPF പ്രവർത്തനത്തെ കർത്താവ് മാനിക്കാൻ ആ ടീമിനോട് കർത്താവ് കൂടുതൽ സഹായിക്കുകയും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പാസ്റ്റർ ബ്ലസ്സൻ എബ്രഹാം ഇന്ത്യയിലെ 17 സ്റ്റേറ്റിൽ ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അവരൊരു ടീമായിട്ട് 10 പേര് കൂടി ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുന്ന അവരുടെ വാഹനത്തെ അവരെയും കർത്താവ് പ്രൊട്ടക്ട് ചെയ്യാൻ അവരുടെ പ്രവർത്തനത്തെ കർത്താവ് മാനിക്കാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. ടിഷ എന്ന് പറഞ്ഞ അവൾക്ക് വേണ്ടി നമ്മൾ 2-3 ആഴ്ചക്ക് മുമ്പ് പ്രാർത്ഥിച്ച അവൾക്ക് വലിയ വിശ്വാസം ഉണ്ടായി. അപ്പം ഇപ്പം ടെക്സ്റ്റ് ചെയ്ത് അവിടെ അങ്കിള് ഒരു സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റ് വേണം. പേരൊന്നും പറഞ്ഞില്ല. അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ, ടിഷയുടെ അങ്കിള്. താങ്ക് യു. ആമേൻ. സ്തോത്രം. മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ?
ഹല്ലേലൂയ. നമ്മൾക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയ സഹോദരൻ കുഞ്ഞുമോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ബ്രദർ എബ്രഹാം ജോൺ തൻ്റെ സർജറി ഈ വ്യാഴാഴ്ചയാണ്, ബൈപ്പാസ് സർജറി. പ്രിയ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ സഹോദരൻ ബ്ലസൻ എബ്രഹാമിൻ്റെ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രചരണാർത്ഥം താൻ ചെയ്യുന്നതായ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് വന്നതായ പ്രിയ ബ്രൈറ്റിൻ്റെ സഹോദരനാണ്. ആ പ്രിയ സഹോദരൻ ഡൽഹി കേന്ദ്രമായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുന്നല്ലോ, ബ്ലസൻ എബ്രഹാം. അദ്ദേഹത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാം ഇടയ്ക്കെക്കുറ്റ് പ്രത്യേകമായിട്ട് മിഷൻ ട്രിപ്പിനായിട്ട് കംബോഡിയ, അതുപോലെ ഇന്ത്യ, നേപ്പാൾ ഈ സ്ഥലങ്ങളിലൊക്കെയും പോയിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജി ഫിലിപ്പിന്റെ മക്കൾ ക്രിസും ക്രിസ്റ്റീനയും അവരെ മിഷൻ ട്രിപ്പിന് വേണ്ടി ഫിലിപ്പീൻസിലും തായ്വാനിലും പോയിരിക്കുന്നു. പ്രിയ ക്രിസിനെ വേണ്ടി നമുക്ക് കഴിഞ്ഞ ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനൊക്കെ സ്റ്റമക്ക് അപ്സെറ്റായി അവിടെ ഫിലിപ്പീൻസിലായിരിക്കുന്നു എന്നറിയാൻ തക്കണ്ടായി തീർന്നു. എന്നാൽ പൂർണ്ണ വിടുതൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടതുപോലെ പ്രിയ സഹോദരി ടിഷയുടെ അങ്കിളിന് വേണ്ടി എന്ത് പ്രയർ റിക്വസ്റ്റ് ആയിരുന്നാലും പ്രിയ സഹോദരന്റെ വിഷയങ്ങൾ കർത്താവ് ഒരു മറുപടി കൊടുക്കട്ടെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അനുഗ്രഹിക്കുകയാണ്. ദൈവമേ, അവർ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രയർ ലൈനെ പ്രത്യേകം ദൈവങ്ങൾ സമർപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങൾ അനുഗ്രഹ വിഷയമായി കർത്താവെ നിലനിർത്തിക്കൊള്ളണമേ. കർത്താവെ കൂട്ടായ്മയ്ക്കായി, കർത്താവെ പ്രയർ ലൈൻ പാർട്ട്നേഴ്സായി അനേക ദിവസങ്ങൾ കടന്നു വരട്ടെ. കർത്താവ് ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കർത്താവ് എല്ലാ ദൈവമക്കളും കടന്നു വന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയ ഉണർവിന്റെ ആരംഭമായി പ്രയർ ലൈനെ ഉപയോഗിക്കണമേ. അനേകർക്ക് വിടുതലിന് കാരണമാക്കി തീർക്കണം. ഞങ്ങൾ വിശ്വസ്തയോടെ നിന്റെ വേല ചെയ്യുവാൻ തക്കണം. ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രികാലം പങ്കെടുത്ത് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഞങ്ങളുടെ പ്രാർത്ഥന ഘടനായി സ്തോത്രം. ദൈവമേ, പ്രത്യേകം പാട്ടുപാടിയതായ പ്രിയ ബാബുച്ചാനെ പ്രത്യേകം ദൈവരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ സക്കേജ ജോസഫിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവത്തിൽ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, നന്ദി കരയറ്റുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കുടുംബങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാട്ടുപാടിയ മകനായി സ്തോത്രം. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നതിനായി സ്തോത്രം. രാത്രികാലം പ്രാർത്ഥന കേട്ട കർത്താവിന് ഒരിക്കൽ കൂടി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുമേലും രാത്രികാലം പ്രയർലൈനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടെയും എപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മാത്രം ഈ രാത്രികാലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗൈൻ ഇൻ ദ മോർണിംഗ്. സാരമില്ല.